ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ ഈ ഒരു ഷോർട്സ് നേരത്തെ ഇട്ട സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഉപയോഗിച്ച പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിവിടെ ഫേസിലേക്ക് റോസ് വാട്ടർ ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഇത് ലവ് എർത്തിന്റെ റോസ് വാട്ടർ ആണ്. അത് ഞാൻ ജസ്റ്റ് ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമ്മളുടെ ഫേസിൽ അബ്സോർബ് ആയി കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും ഒക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് മിസ് ക്ലെയറിന്റെ ഐബ്രോ പാലറ്റ് ആണ്. ഇതിൽ നിന്നും ഈ ഒരു ഗ്രേ കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ഐബ്രോയുടെ ഹാഫിൽ നിന്ന് വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രണ്ട് വശത്ത് ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ഐബ്രോ പാലറ്റ് ആണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പർപ്പിളിന്റെ ഒരു കൺസീലർ പാലറ്റ് ആണ്. ഇതിൽ നിന്നും ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിന് പുറത്തായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഐ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഐ ബേസ് സെറ്റ് ചെയ്യണം. അപ്പം ഐ ബേസ് എപ്പോഴും ലൈറ്റർ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ഷാഡോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടെ നന്നായിട്ട് പോപ്പ് ചെയ്ത് കാണിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ട്രാൻസ്ലൂസൻ പൗഡർ ആണ് കേട്ടോ. മാസിന്റെ ട്രാൻസ്ലൂസൻ പൗഡർ ആണ്. ആ പൗഡർ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു കൺസീലർ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പാക്കിന്റെ ഒരു ജെൽ ലൈനർ ആണ്. ഈ ജെൽ ലൈനർ നമ്മുടെ ഐബ്രോ ബ്രഷ് ഉണ്ടല്ലോ, ഈ ഒരു ഐബ്രോ ബ്രഷിൽ എടുത്തിട്ട് നമ്മളിത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ജെൽ ലൈനർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് സ്മഡ്ജ് ചെയ്ത് ഒരു സ്മോക്കി കൈൻഡ് ഓഫ് ലുക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് വാലിട്ടാണ് ഞാനൊന്ന് എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് ജെൽ ലൈനർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് സ്മഡ്ജ് ചെയ്യണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. അതിനുശേഷം ഞാനിവിടെ മാസിന്റെ ഐഷാഡോ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ ഒരു ബ്ലാക്ക് കളർ ഐഷാഡോ ഒന്ന് എടുത്തിട്ട് ഈ നമ്മൾ എഴുതി കൊടുത്ത ഈ ഒരു ലൈനർ ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇത് ക്രീസിന് മുകളിലോട്ട് സ്മഡ്ജ് ആകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പകുതി ഹാഫ് പോർഷൻ വരെയാണ് കേട്ടോ ഞാനൊന്ന് അതേപോലെ ഒന്ന് ബ്ലാക്ക് കളർ ആക്കി കൊടുക്കുന്നത്. നമ്മൾ ഇനി ആ ഒരു സെയിം ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗണും പിന്നെ ഒരു ബ്രിക്ക് കൈൻഡ് ഓഫ് കളറും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിന് മുകൾ വശത്തായിട്ട് നമ്മൾ ആ ബ്ലാക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുത്തില്ലേ, അതിന് മുകൾ വശത്തായിട്ട് ക്രീസിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡാർക്കുകളിൽ നിന്നും ഇങ്ങനെ ബ്ലാക്കിൽ നിന്നും ഇങ്ങനെ ബ്രൗണിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഐ മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഐ മേക്കപ്പ് ഒരുവിധം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം ഈ ഒരു ബ്ലാക്ക് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കൻ ആക്കാമെന്ന് തോന്നി. അത് കാരണം ഞാൻ ഒന്നും കൂടെ ആ ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഇതൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ ഞാൻ ഇവിടെ രണ്ട് കണ്ണും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് മേക്കപ്പിലോട്ട് പോകാം. ഇവിടെ ആ ഒരു സെയിം പർപ്പിളിന്റെ പാലറ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു പാലറ്റിൽ നിന്നും എൻ്റെ സെയിം ഷെയ്ഡ് ഞാൻ ഇതേപോലെ ഒന്ന് നമ്മുടെ ആ സെയിം കൺസീലർ ബ്രഷിൽ തന്നെയാണ് എടുക്കുന്നത്. എടുത്തതിന് ശേഷം ക്രീം ഫൗണ്ടേഷൻ അല്ലേ, കുറച്ചൊന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബ്രഷിലേക്ക് തന്നെ നമ്മളുടെ ആ ഒരു സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. അടിച്ചു കൊടുത്തിട്ട് ഞാൻ ആ ഫേസിലെല്ലാം ഒന്ന് ആ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഞാനൊരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ നോസിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫോർ ഹെഡിൽ എവിടെയൊക്കെയാണോ കോണ്ടൂർ ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് കോണ്ടൂറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ ഹെവന്റെ ബ്ലഷ് ആണ് കേട്ടോ. അത് ഞാൻ ഇതേപോലെ നമ്മുടെ ചീക്കിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് നമ്മളുടെ ഫേസിൽ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ഹൈലൈറ്റർ ആണ്. നല്ല സൂപ്പർ
സൂപ്പർ ഹൈലൈറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അത് ഞാൻ ഇതേപോലെ ഒരു 1-2 ഡ്രോപ്പ് ഒന്ന് കയ്യിൽ എടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് നമ്മുടെ ചീക്ക് ബോണിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എവിടേക്കാണോ ഹൈലൈറ്റർ ഇടേണ്ടത് അവിടെ എല്ലാം ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഹൈലൈറ്റർ ആണ് കേട്ടോ, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന്റെ ഷെയ്ഡും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇത് സെയിം ആ മാസിന്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ആണ്. അത് ഞാൻ ഇതേപോലെ ഒരു പൗഡർ പഫിൽ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിൽ വെച്ചിട്ട് എക്സസ് ആയിട്ടുള്ളത് നമ്മുടെ കൈയുടെ ബാക്കിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ അണ്ടർഐസ് ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫേസിലും കൂടെ ഇതൊന്ന് ഞാനൊന്ന് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണേ. ഇനി നമുക്ക് നമ്മളുടെ ഐ മേക്കപ്പ് ബാക്കി ചെയ്യാം. ഞാൻ ഈ കാജൽ വെച്ചിട്ട് നമ്മുടെ താഴത്തെ വാട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതും ഒന്ന് ലൈറ്റായിട്ട് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ആ ഒരു താഴെ എഴുതിയതും കൂടെ നമ്മളൊന്ന് ലൈറ്റായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ ഈ ഇന്നർ കോർണറിലായിട്ട് ആ കണ്ണിന്റെ ഇന്നർ കോർണറിലായിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഞാനിവിടെ ലാക്മിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നാണെങ്കിൽ ഉണ്ടല്ലോ മസ്കാര ഇടാനായിട്ട് മറന്നുപോയായിരുന്നേ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മസ്കാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫേസ് ഫുൾ ആയിട്ട് നമ്മളുടെ ആ ഒരു സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഫേസും നെക്കിലും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. ബൈ.